യോഹന്നാൻ സുവിശേഷം 6:61 ആത്മാവാണ് ജീവൻ എന്ന ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ദൈവവചനം ആത്മാവും ജീവനുമാണ്. അത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആരൊക്കെ നിറയും? ആത്മാവും ജീവനും ഈശോ നിറയും. യോഹന്നാൻ 10:10 പറയുന്ന പോലെ ഞാൻ വന്നവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി എന്ന് ദൈവവചനമേ കേൾക്കാം. ഇന്ന് ലോകത്ത് ഒരുപാട് പ്രബോധനങ്ങളുണ്ട്. അതാണ് ഈ റെവലേഷൻ്റെ പുസ്തകത്തിൻ്റെ 3:20 പറയും, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവനോട് ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരുമിച്ചിരുന്ന് വചനം ഭക്ഷിക്കുന്ന സംഭവം. ഹല്ലേലൂയ. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ ഒന്ന് മുട്ടുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പല ശബ്ദങ്ങൾക്ക് ഒരുപാട് ടെലിവിഷനുകളും ഒരുപാട് മീഡിയകളുടെ അടിമകൾ ആളുകൾ മൊത്തം. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വചനം, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ദിവ്യശ്വാസം പകരാൻ അത് അനുവാദം കൊടുക്കപ്പെടും. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് നിർബന്ധിച്ചു. മൃഗത്തെക്കുറിച്ച് ഭൂമിക്ക് അടിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്ന ഒരു പൈശാചത്തെക്കുറിച്ച്. ഹല്ലേലൂയ. മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകാൻ വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യ 666 എന്ന് പറയും. കൈയടിച്ച് കടത്തുന്നത്. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഡിജിറ്റൽ മനുഷ്യൻ, ഡിജിറ്റൽ മാൻ. ഇന്നെല്ലാവരും ഡിജിറ്റൽ മാൻ്റെ അടിമകളായി കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതില്ലാതെ ജീവിക്കാൻ മേലാത്ത അവസ്ഥയായിട്ട് വരും. എല്ലാവരും വരും ഡിജിറ്റൽ മനുഷ്യൻ്റെ അടിമ. മുഴുവൻ ഡിവൈസുകൾക്ക് അടിമപ്പെടും. മൊബൈൽ ഫോൺ അടിമപ്പെടുക, പള്ളിയിലോ എല്ലാത്തിനും പെടുക, എല്ലാ തിന്മയുടെ അതുകൊണ്ട് ഒരുപാട് പ്രബോധനങ്ങൾ കേട്ടുകൊടുക്കുക. രാവിലെ നമ്മളിങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഓണാക്കുമ്പോഴത്തേക്ക് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ. അതുകൊണ്ട് ഈശോനോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതെല്ലാം മാറി നിൽക്കാൻ ഈശോനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വളരെ 1995 മുതൽ കടത്തപ്പെട്ടു. നീ വേറൊന്നും ചോദിച്ചേക്കരുത്, വേറൊന്നും ആഗ്രഹിച്ചേക്കരുത്, വേറൊന്നിനും പുറകെ പോയേക്കൽ. കൃപ മാത്രമേ നീ ചോദിക്കാവുള്ളൂ, കൃപ മാത്രം മതി. കൈയടിച്ച് കടത്താൻ തന്നെ ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ മാത്രം ആഗ്രഹിക്കാൻ കൃപ കിട്ടിയവരെല്ലാം ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിന് 2ാം വരവിന് വേണ്ടി ഒരുങ്ങുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. 1ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുന്നവർ. അതല്ല ഈശോ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 21:15, 16, 17 അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറഞ്ഞു, എന്താ പറഞ്ഞു? കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കും. വീണ്ടും ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോയെ നമുക്ക് സ്നേഹിക്കാം. എല്ലാത്തിനും നമ്മുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, ജോലി, ബിസിനസ്, ആരോഗ്യം, ബിസിനസ്, ഇതിനേക്കാളെല്ലാം കഴിവ്, പേര്, പെരുമ, പ്രശസ്തി, ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന അവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എല്ലാവരും അധ്വാനിക്കുന്ന അവനവന് വേണ്ടി അവൻ്റെ പേര് വളർച്ച എല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യമാണ്. അതാണ്. പക്ഷെ ഈശോ ചോദിക്കുന്നെങ്കിൽ യോനാട് പുത്രനാശം നീ ഇവരേക്കാൾ അധികമായി 3 പ്രാവശ്യം എന്തിനാ ചോദിച്ചത്? അതിനെക്കുറിച്ച് പല ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമുണ്ട്. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, നീ നിന്നേക്കാൾ ഉപരി നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരൻ, നിന്റെ കുടുംബം, നിന്റെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കുടുംബം, ആ കുടുംബത്തെക്കാൾ അധികമായി, അതുപോലെ നിന്റെ ഈ കൂടുതലുള്ള ശിഷ്യന്മാർ, നിന്റെ സ്നേഹിതർ, അവരെക്കാൾ ഉപരി. 3ാമത്തെ ചോദ്യം, നിന്നേക്കാൾ ഉപരിയായി എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എന്നേക്കാളും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. ഈശോ ചോദിക്കാം, ആഗ്രഹിക്കുന്നുണ്ടോ? അത് കൃപ കിട്ടിയവർക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൃപ കിട്ടിയവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊന്നും അങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതാണ് 1 യോഹന്നാൻ 2:15, 16, 17 ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും സ്നേഹിച്ചാൽ പിതാവിന് സ്നേഹം അവനുണ്ടായിരിക്കില്ല. എന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകൾ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇനി പാപം നിങ്ങളവൻ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങളിപ്പോൾ നിയമത്തിൻ്റെ കീഴിലുള്ള, നിങ്ങൾ കൃപയ്ക്ക് കീഴില്ല. കൃപയ്ക്ക് കീഴിൽ വന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റും. അങ്ങനെ വിശുദ്ധർക്കൊക്കെ എങ്ങനെ വിശുദ്ധി? കൃപ കിട്ടിയതുകൊണ്ടാണ്. പൗലോസിലേക്ക് എന്തൊരു
1 കൊറിന്തോസിൻ്റെ 9:27-28 പറയും, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. ഹല്ലേലൂയ. കൃപ മൊത്തം കൃപയാണ്. വിശുദ്ധി ഒരു കൃപയാണ്, വിശ്വാസം ഒരു കൃപയാണ്, ദൈവസ്നേഹം ഒരു കൃപയാണ്, ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നൊരു കൃപയാണത്, വചനം ഹൃദയത്തിൽ സംഭവിക്കുന്ന കൃപയാണത്, എളുപ്പപ്പെടാൻ പറ്റുന്നത് കൃപയാണത്, ലോകവസ്തുക്കളുള്ള വിരക്തി ഒരു കൃപയാണത്, പേരിന് പെരുമയുടെ പ്രശസ്തിന് പോകാതിരിക്കുന്നത് അത് കൃപയാണത്. കൃപയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ. അല്ലെങ്കിൽ നമ്മൾ ചിലർക്ക് ധ്യാനം കൊണ്ട് കണ്ടില്ലേ, 2 ആഴ്ച വലിയ മാനസാന്തരം കാണിക്കും, 3-ാമത്തെ ആഴ്ച വീണ്ടും പഴയപടി പോകും. അവരുകൊണ്ട് എപ്പോഴും അവർക്ക് എപ്പോഴും അത്ഭുതങ്ങൾ, അടയാളവും, രോഗശാന്തിയൊക്കെ കണ്ടുകൊണ്ടിരിക്കണം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. എപ്പോഴും അവർക്ക് ഒരുപോലെ സഹനം എടുക്കാൻ ഒരിക്കലും പറ്റില്ല. വേദന ദുഃഖമൊന്നും പെട്ടെന്ന് അവർ പതറി വീഴുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. വചനം കിട്ടാത്തവരെല്ലാം ഈ സഹനം വരുമ്പോഴെല്ലാം ബന്ധനത്തിൽ. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വചനം പറയും, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണത്. ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. ശ്രദ്ധിക്കണിത്. ചില വചനം ശ്രവിച്ചെങ്കിൽ അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്നവരുടെ ഹൃദയങ്ങളും വചനം എടുത്തുകളെന്ന് അവരാണ് വഴിയരികിൽ വീണ വിത്ത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ വചനമില്ല. അപ്പോൾ അവരെ ആരെടുത്തുകൊണ്ട് പോകും? അവർക്ക് പോകും, തകർന്നു പോകുന്നത് കാണാൻ പറ്റും. അടുത്ത് പറയാണ്, പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേരുകളില്ല, കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്ന പ്രലോഭനങ്ങളുടെ സമയത്ത് വീണുപോകുന്നു. അത് പാറമേലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയും വചനം ഹൃദയത്തിൽ വീണിട്ടില്ല. ആദ്യം ഇവൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ, അവൻ്റെ ഉള്ളിൽ സ്വീകരിച്ച് ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ വീടിൻ്റെ വാതിലിൻ്റെ മുന്നിലേ വീണിട്ടുള്ളൂ. അവന് ഹൃദയം തുറക്കാത്തതുകൊണ്ട് വീടിൻ്റെ മുന്നിൽ കിടപ്പുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ വക്കങ്ങൾ വാതിൽ പക്ഷെ എടുത്തിട്ടില്ല. അവനെടുക്കാത്തതുകൊണ്ട് പക്ഷി എടുത്തുകൊണ്ട് പോയി. അവന് പിന്നെ ഇല്ല, പിന്നെ അവന് അസ്തിത്വമില്ല. 2 കൊടുത്ത് ഹല്ലേലൂയ. രണ്ടാമത് അകത്തോട്ട് വീണെങ്കിൽ അത് വീണത് പാറമേലെ വീണ്. അവൻ്റെ ഹൃദയത്തിൽ അവൻ ചില പാറകൾ സൂക്ഷിക്കുന്നു. ബുദ്ധിയിൽ അന്ത ഫിലോസഫികൾ, സയൻസുകൾ, ചില പണക്കൊതികൾ, ചില ബന്ധങ്ങൾ, അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാറപ്പുറത്ത് വീണുകൊണ്ട് പാറ വയ്ക്കുന്നുണ്ട്. ആ വചനം അകത്ത് ഹൃദയത്തിൻ്റെ ആ ഒരു പോയിന്റ് ഉണ്ട്, ആത്മാവിൽ അത് തൊടുന്നൊരു പോയിന്റ്, അവിടെ ആ വചനം എത്തിയിട്ടില്ല. അപ്പോൾ അതിന് വെളിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാറമേൽ വീണു. അതിന് ശേഷം പറയുകയാണ്, പ്രലോഭനങ്ങളുടെ സമയത്ത് ചില പ്രലോഭനം വരുമോ, അല്ലെ, ചില ബന്ധങ്ങൾ വരും, പ്രലോഭനം വീണുപോകും. കാരണം ഈ വചനം ഹൃദയത്തിൽ വീഴാത്തവരാണ് പ്രലോഭനത്തിൻ്റെ സമയത്ത് വീണുപോകുന്നത്. മദ്യം കാണുമ്പോൾ, ചില ഇന്നത്തെ മൊബൈൽ ഫോണുകൾ, ലോകസുഖങ്ങൾ, പേരുകൾ, അഡ്രസ്സ്, പ്രലോഭനത്തിൽ വീണുപോകുന്നതിന് കാരണം അവൻ്റെ ഹൃദയത്തിൽ വചനം വേണ്ടില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അവന് വേറെ ഒരു പോയിന്റ് പാറമേൽ വന്ന് വീണിട്ടുള്ളൂ, അത് ഹൃദയത്തിൽ വീണിട്ടില്ല. 2 കടത്തോടെ ഹല്ലേലൂയ. മൂന്നാമത് മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാതെ അത് മുള്ളുകൾ. അപ്പം അവിടെ ഹൃദയത്തിലോട്ട് വീണിട്ടില്ല, അവൻ്റെ ഹൃദയത്തിൽ അവൻ സ്വീകരിച്ചില്ല. മുള്ളുകൾ, അതായത് മുള്ളുകളുടെ ഇടയിൽ വെച്ചാൽ അവൻ വചനം സ്വീകരിച്ചത് അവൻ്റെ സമ്പത്തിന് വേണ്ടിയും ജീവിത ക്ലേശങ്ങൾ മാറാൻ വേണ്ടിയും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ് വചനം സ്വീകരിച്ചത്. അതുകൊണ്ട് 3 കാര്യത്തിന് വേണ്ടിയാണ് വചനം. മുള്ളുകളുടെ ഇടയിൽ വീണതെന്ന് വെച്ചാൽ വചനം കേൾക്കുന്ന ജീവിത ക്ലേശങ്ങൾ മാറാൻ വേണ്ടിയാണ് വചനം കേൾക്കാൻ വരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് വചനം കേൾക്കാൻ വന്നത്. സുഖഭോഗങ്ങൾക്ക് വേണ്ടി, നല്ല മുഴുത്ത വീടും കാറും സൗകര്യം, അതിനുവേണ്ടിയാണ് വചനം കേൾക്കാൻ വേണ്ടി വന്നത്. അപ്പം അങ്ങനെ വരും. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ വചനം വേണ്ടേ, ഇതിനു വേണ്ടിയാണ് വചനം. മറ്റൊരു പാറമേൽ പഠിക്കാൻ വേണ്ടിയാണ് വചനം എടുത്തത്. അപ്പം പഠന വസ്തുവാണ്. അപ്പോൾ ഒത്തിരി ഞങ്ങൾ അച്ഛന്മാർക്ക് വരാത്ത കാര്യങ്ങളുണ്ട്. ഈ പഠന വസ്തുവായിട്ടാണ് വചനം എടുക്കുന്നത്. അപ്പം കേൾക്കുമ്പോൾ നല്ല രസം, പക്ഷേ പ്രലോഭനത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ വചനം ഹൃദയത്തിൽ വേണ്ടിയിട്ടില്ല. അപ്പം 3-ാമത്തെ തലമുറ പറയുന്നത്. 4-ാമത്തെ തലമുറ നല്ല നിലത്ത്, അത് ഹൃദയത്തിൽ വീണു, ഹൃദയത്തിൽ ഉള്ളിൽ വീണു. അതാ ശരിക്കും എൻ്റെ ആത്മാവിൽ വീണു. അത് ചേർന്ന് ദൈവസ്നേഹം ചേർന്ന് വലിയൊരു അനുഭവമാണ്. പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലാണ് വീണത്. ആ പോയിന്റ് ഉണ്ട്, വചനം വീഴുന്ന പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് എവിടെയാണ്? അതൊരു ഹൃദയത്തിൽ വീണു. ഹൃദയത്തിൽ വീണപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് അഭിഷേകമായിട്ട് മാറി. 2 കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല നിലത്ത് വീഴും. അപ്പോൾ ഈ പാറയില്ലാത്ത, അല്ലെ മുള്ളുകളില്ലാത്ത, അങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല അവർക്ക്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ഒരു വസ്തുവല്ല, അല്ലെ ജീവിത ക്ലേശം മാറാനോ, സമ്പത്തിൻ്റെ പ്രശ്നം മാറ്റാനോ, സുഖഭോഗങ്ങൾക്ക് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി അല്ല വചനം കേൾക്കാനോ ധ്യാനം വരുന്നത്. അവർ ഹൃദയത്തിൽ. അപ്പോൾ നല്ല നിലത്ത് വേണം. അതാ നല്ല വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈശോയെ സ്വന്തമാക്കുക എന്നുള്ള, ഈശോയുടെ തീവ്രമായ സ്നേഹം കൊണ്ട് മാത്രം. അതായത് 1 രാജാക്കന്മാർ 19:10 പറയുന്ന പോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സങ്കീർത്തനം പറഞ്ഞ പോലെ എൻ്റെ ആത്മാവ് അതായത്
മാൻപേയുടെ ജലാശയത്തിന് വേണ്ടി ദാഹിച്ച് ഓടുന്നത് പോലെ ഞാൻ എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുക. അത് പരിശുദ്ധമേലൊക്കെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ആത്മാവ്, ഭയങ്കര ദാഹമുള്ള ആത്മാവാണ്. അതാണ് ആർക്കെങ്കിലും ദാഹിക്കുക. അപ്പോൾ ആ ദാഹം വേറൊരു ദാഹമില്ല, വേറൊന്നിനും വേണ്ടി ആ ദൈവത്തിൻ്റെ സ്നേഹം. റോമ 5:5 പറഞ്ഞ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ആത്മാവിന് മാത്രമേ ആ കറക്റ്റ് പ്ലേസിൽ ഈ വചനം വീഴുന്നുള്ളൂ. ആ വചനം വേണ്ടി നല്ല നിലത്ത് വീണതോ അത് 2 കടത്തോടെ ഹല്ലേലൂയ. വചനം കേട്ടു, ഉത്കൃഷ്ടമായ നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നു. അതാണ് ഈ വചനം. ആരെങ്കിലും എൻ്റെ ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. അതാണ് ആത്മീയ ലയനം. ഒന്നായിത്തീരും, ദൈവവുമായിട്ട് ഒന്നായിത്തീരുന്ന സ്വർഗീയമായ അനുഭവം. യോഹന്നാൻ 6:65 എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരിക സാധ്യമല്ല. യോഹന്നാൻ 3:28-29 ഉന്നതത്ത് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. നമുക്ക് യോഹന്നാൻ അഭിഷേകം കിട്ടുന്ന ഏത് ധ്യാനം കൂടി ഇപ്പോൾ ഒരു ധ്യാനം കൂടിയിട്ടില്ല. വിശുദ്ധ എലിസബത്തിൻ്റെ ഉദരത്തിൽ കഴിയുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അവൻ്റെ വീട്ടിൽ വരും അല്ലേ. അവിടെ എലിസബത്തിനെ സന്ദർശിക്കുക. പരിശുദ്ധയമ്മ തൻ്റെ ഇളയമയായ എലിസബത്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഈ സ്ഥാപകനിലേക്ക് പരിശുദ്ധാത്മാവെന്ന് പറയാം. അവന് സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ജ്ഞാനസ്നാനം നടക്കുന്നു, സ്വർഗം കൊടുക്കുന്നു പരിശുദ്ധാത്മ അഭിഷേകമാണ്. അതൊക്കെ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ അത് പിതാവിനെ ആകർഷിക്കപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ ദൈവത്തിനെ ആകർഷിക്കുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരുപാട് ജീവിതങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണം ധരിക്കുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടിയെടുക്കുന്നു, ആളുകളെ ഇഷ്ടപ്പെടുത്താൻ പോയാണ് അവസാനം നമ്മൾ ഒരുപാട് കണ്ണുനീരിൻ്റെയും പ്രശ്നങ്ങളുടെയും ബന്ധനത്തിൽ പെട്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ആളുകൾക്ക് താല്പര്യം, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി അതെന്നും പാട്ടും കൂത്തും എല്ലാ പരിപാടിയും നമ്മൾ എന്ത് ആളുകളെ ഹരവണയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടി. ചിലപ്പോൾ നമ്മൾ ദർശനങ്ങളൊക്കെ പറയും, പ്രവചനങ്ങൾ പറയും, എല്ലാം ആളുകളെ ഭയങ്കരമായിട്ട് ഹരവണയിപ്പിക്കാൻ വേണ്ടി പരിപാടി. അങ്ങനെ ചെയ്തേക്കല്ലേ. കൈയടിച്ച് കടത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കൃപ വന്നു കഴിയുമ്പോൾ നമ്മളല്ല പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയെടുത്ത് കത്താൻ നന്ദി പറയും. ഹല്ലേലൂയ. കൃപ വരുമ്പോൾ നമ്മളല്ല പ്രവർത്തിക്കുന്നത്, ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല, ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് നമ്മൾ മാറും. നമ്മൾ അറിയാതെയാണ് ഈ അഭിഷേകം പ്രവർത്തിക്കുന്നത്. നമ്മളൊക്കെ അഭിഷേകം ആദ്യം ചെറിയൊരു സംഭവമാണ്, അത് കയറി വരും. അതുകൊണ്ട് ഇത് ഹൃദയത്തിൽ കൊണ്ട്, അതുകൊണ്ട് വേറെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ദൈവജനം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈശോയെ സ്വന്തമാക്കാൻ അനുഭവിക്കാനോ പറ്റില്ല. കൈയെടുത്ത് കത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അതാണ് വചനത്തിൽ പറയുന്നത്. ഏറ്റവും വലിയ വചനമാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3:6-7-8 വചനം. പൗലോസ് പറയും, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായി ഞാൻ കരുതുന്നു. ഉച്ഛിഷ്ടം പോലെ എല്ലാം ഉച്ഛിഷ്ടമാക്കണം. ഈശോയെ അറിയുക, ഈശോ സ്വന്തമാക്കുക. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10 പറയും, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ. അതാണ് നമുക്കൊരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ ആത്മബന്ധത്തിൽ, ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം നമ്മൾ കാണുന്നത് വെറും ജഡത്തിൻ്റെ ബന്ധമല്ല. അവർ പിന്നെ ആത്മബന്ധത്തിൽ വന്ന് വേറെ ഒരാളുമായിട്ട് ഒരിക്കലും അവർ ബന്ധപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മരിച്ചാലും ജീവൻ പോയാലും വേറെ ആൾക്ക് അവർ ആ ശരീരം കൊടുക്കില്ല എന്ന്. അതാണ് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്ത ഭാവം. അതാണ് വേറൊരാൾക്ക് അവരവരുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്യാൻ അവരുടെ ശരീരത്തെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അതാണ് ഇതുപോലെ ദൈവബന്ധത്തിലേക്ക് വരുന്ന ഒരു ആത്മാവ് ഒരിക്കലും തൻ്റെ ശരീരമോ തൻ്റെ മനസ്സോ തൻ്റെ ആത്മാവിനോ പാപത്തിന് ഒരിക്കലും സമർപ്പിക്കാൻ പറ്റും. അതാണ് കൃപയുടെ ബന്ധം, കൃപയുടെ അഭിഷേകം. അതാണ് ആ കൃപയുള്ളവർക്ക് മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. കൃപയുടെ വലിയ അഭിഷേകമാണ്. 2 കടത്തോടെ ഹല്ലേലൂയ. ദൈവബന്ധത്തിന്റെ പ്രത്യേകത ഏതാണ്? അതാണ് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം ഒന്നായിരിക്കുന്ന പോലെ നമ്മൾ ഒന്നായിത്തീരും. ആ സ്വർഗവുമായിട്ട് ഒന്നായിത്തീരുന്നൊരു വലിയൊരു സൂപ്പർനാച്ചുറൽ യൂണിയനാണ് സംഭവിക്കുന്നത്. ആ യൂണിയൻ അതിനകത്ത് വേറൊരാൾക്കൊരവസ്ഥ അവിടെ ഇല്ല. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമായിട്ട് ആ ബന്ധം വെറൊരു നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-6 വചനം പറയും, ക്ഷമ ഇസ്രായേലെ കേൾക്ക്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കഴിയുന്ന ഒരു ആത്മാവ് പാപ സാഹചര്യങ്ങളിൽ ഓടി മാറും.
പാപത്തിന്റെ കൂട്ടുകെട്ടുകൾ വേഗം വിട്ടുപറയും. അപ്പം അതിനെഴുതിയിട്ടുണ്ടല്ലോ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ, അത് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് അത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് തുടങ്ങുന്ന ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വചനം തുടങ്ങുന്നത് അങ്ങനെയാണ്. പൂവാലികരെ നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കുവിനെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ തന്നെ വെളിപ്പെടുത്തുന്നു. കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. കണ്ടോ, ഈ വചനം കപടന്മാർക്ക് ഈ ബന്ധനം കപടന്മാരുടെ വചനം കയറി അവർ നല്ല കഥകളും താലപരവും. അതായത് 2 തിമോത്തി 4:3 അരൂപിയായി കാലഘട്ടത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുക. അതായത് ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകും. നീയാകട്ടെ സമചിത്തത പാലിക്കുക, സുവിശേഷകന്റെ ജോലി പൂർത്തീകരിക്കുകയും ചെയ്യും. 2 കരമെടുത്തൊരു ഹല്ലേലൂയ, ഒറ്റവിളി ഹല്ലേലൂയ, 2 കരമെടുത്ത് ഹല്ലേലൂയ. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. വചനം അങ്ങനെ വരുന്നു കേട്ടോ. ഇന്നത്തെ പലരുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല, മാറിക്കൊണ്ടിരിക്കുക. പാപത്തിന്റെ അടിമയായ ശരീരത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കത്തില്ല. വിശുദ്ധവും ശിക്ഷിച്ചതുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലുന്നു. മൂഢാലോചനകൾ വേഗം വിട പറയുന്നു, അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു. 2 കരത്തോടെ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ എല്ലാവരും വലതുകരം ഉയർത്തി പിടിച്ച്. കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലുന്നു, മൂഢ ആലോചനകളോട് വേഗം വിട പറയുന്നു, അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു. ഒറ്റവിളി ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടായ്മയിൽ കൃപ കിട്ടട്ടെ, വചനം നിറയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനം കൂടെ നിങ്ങളുടെ ആത്മാവിൽ വീണാൽ ആത്മാവിൽ വീഴണം, ആത്മാവ് കൊണ്ട്, അല്ലാതെ കല്ലുകൊണ്ടെടുക്കരുത്, ബുദ്ധി കൊണ്ടെടുക്കരുത്, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോലെ. പിശാസ് തന്നെ അപേക്ഷിച്ച് നിങ്ങൾ വചനം നിറഞ്ഞുകൊണ്ടല്ലോ, പിശാസ് നിങ്ങളുടെ അടുത്തുപോലും നിൽക്കത്തില്ല. പ്രസ്ലോഷ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ ഒരെണ്ണമെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പിശാസ് കയറത്തില്ല. പ്രസ്ലോഷ്. നിങ്ങൾ പോകുന്ന വഴി ഒരു പിശാച് നിങ്ങൾ അടുത്തേക്കുണ്ട്, നിങ്ങൾ അതിനോട് വേറെ ഒരു പ്രാർത്ഥനയും ചെല്ലണം. വചനം ആത്മാവിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ പിന്നെ നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ അടുത്തേക്ക് ഈ ദുഷ്ടാരൂപി അടുക്കൽ പോലും വരത്തില്ല. ഇത് വരുന്നതിന് കാരണം നിന്റെ ഹൃദയത്തിൽ വചനമില്ലാത്തതുകൊണ്ട് പിശാച് എവിടെയും കയറി. ഇപ്പം കാണാം, എല്ലായിടത്തും കയറി വരുന്ന കാണാൻ പറ്റും. ആത്മാവിൽ വചനം പറയണം. കൈയെടുത്ത് കിടത്താൻ തന്നെ ഹല്ലേലൂയ. പോരാ, ഉച്ചത്തില് കൈയടിച്ചേ. സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 119:9 ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു. ഈ സങ്കീർത്തനം 119 ഉണ്ടല്ലോ, രാത്രികാലങ്ങളിൽ ഇത് വായിച്ച് എന്നും വായിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴേലും കുറേ നേരം ഒരു വായിച്ചുകൊണ്ടിരിക്കും. അതിൽ ഒരു വചനങ്ങളും നിങ്ങളുടെ ആത്മാവിൽ വീണാൽ മതി, അത് 30 മേനിയും 60 മേനിയും 100 മേനിയുമായിട്ട് വളരുന്നത് കാണാൻ പറ്റും. പ്രസ്ലോഷ്. ദൈവവചനം നിറഞ്ഞാൽ പിന്നെ പത്രോസിനെ പോലെയാ, നിങ്ങൾ പോകുന്ന വഴിയിൽ പിശാച് പിന്നെ നിൽക്കത്തില്ല, പിശാച് തന്നെ അഴിഞ്ഞു പോകുന്നു കാണാൻ പറ്റും. പ്രസ്ലോഷ്. അന്ന് പൗലോസ്ലീഹയെ ബന്ധിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ, ജയിലിൽ കിടക്കുന്ന പൗലോസ്ലീഹയെ ബന്ധിച്ചിട്ടു അല്ലേ, അവർ കാലുകൾക്ക് ആമം വെച്ചു, കൈകൾ ചങ്ങലയിട്ടു, അവർ ജയിലിൽ പൂട്ടിവിട്ടു. പക്ഷേ രാത്രിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചനം അവന് പ്രവർത്തിച്ചിട്ട് ആ ബന്ധനം മൊത്തം അഴിക്കുന്നത് കാണാൻ പറ്റും. കൈയെടുത്ത് കിടത്താൻ ഹല്ലേലൂയ. ഇതേ അനുഭവങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ഈ വചന ഹൃദയത്തെ വീണിട്ടില്ല. കാരണം ആളുകളുടെ പ്രശ്നം ഇതാണ്. ആളുകൾ ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ, അത് മാറാൻ വേണ്ടി ആ പ്രശ്നം വേണം വചനം കേൾക്കാൻ വേണ്ടി വരും. ചിലർ കല്ലാണ്, ബുദ്ധി കല്ല്, അതായത് 2:4 ബുദ്ധിയാണ്. അതായത് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, ബുദ്ധിയെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തും ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശകർക്ക് ദൃശ്യമില്ല. ചിലപ്പോൾ ചില വചനപ്രഘോഷകരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഉഗ്രം ക്ലാസ്സാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര ക്ലാസ്, സൂപ്പർ. പക്ഷെ അനോയിന്റിങ്ങിൽ കാരണം ഹൃദയത്തിലല്ല വചനം വരുന്നത്, ബുദ്ധിയിലൂടെ വരും. അപ്പോൾ ബന്ധനമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കൂടെ ബന്ധനം കൂടുന്നത് കാണാൻ പറ്റും. കൈയെടുത്ത് കടത്താൻ നന്ദി പറയുക. ഹല്ലേലൂയ, ഒറ്റവിളി ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 16:31 ആകെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടണേ. ആരിൽ വിശ്വസിക്കണം? യേശുക്രിസ്തുവിൽ യേശു ആരാന്ന് വിശ്വസിക്കണം. റോമാലേഖനം 10:8 ആകെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റവും ദൈവം. അപ്പൊ അങ്ങോട്ട് ഈശോയുടെ വചനം, എന്നിട്ട് ഇത്രയും പറഞ്ഞാൽ പോരെ കേട്ടോ. ദൈവ വചനം കേൾക്കണം, ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണം, വചനത്തിൽ ധ്യാനിക്കണം. വചനം എപ്പോഴും രാവും പകലും ധ്യാനിക്കണം. ശ്രദ്ധ ഹല്ലേലൂയ. വചനത്തിൽ ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണാൽ മതി. 30 മേനി, 60 മേനി, 100 മേനി, 100 മേനിയൊക്കെ നമ്മൾ ഒരുപാട് സഹനം എടുക്കണം. ഒത്തിരി സഹനം എടുത്ത് വചനത്തെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ 100 മേനി വരും. അങ്ങനെയാണ് നമ്മുടെ അൽഫോൻസ് സ്വാമിയൊക്കെ വരുന്നത്, അങ്ങനെ വലിയ പുണ്യവാന്മാരെ കാണത്തിപ്പെടുന്നത്, എപ്രോസ്വാമിയൊക്കെ വരുന്നത് കാണുന്നത് വചന ഹൃദയത്തിൽ. അപ്പം അതിൻ്റെ അനോയിന്റിങ് കൂടെ. ഇപ്പം വിശുദ്ധ പാദ്രിപ്പിയോ, സെൻറ്റ് ആൻ്റണി, അവരെല്ലാം ഈ ഹൃദയത്തിൽ വചനം കിട്ടിയവരാ. കാരണം അവർ വേറെ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ബൈബിൾ തുറന്നത്. നമ്മളിന്ന് ബൈബിൾ തുറന്ന് കർത്താവിനെ പഠിക്കാൻ വേണ്ടി, ചിലർ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ചില പ്രസംഗിക്കാൻ വേണ്ടി, കഴിവ് കാണിക്കാൻ വേണ്ടി, ചില വരങ്ങൾ കിട്ടാൻ. വരങ്ങളൊന്നും കിട്ടിയിട്ട് വരങ്ങളൊക്കെ വെളിയിൽ നിൽക്കുന്ന സാധനമാണ്. കൃപയാണ് ഏറ്റവും വലുത്. കൃപയെ നിലനിൽക്കുള്ളൂ, വരം ഒരിക്കലും നിലനിൽക്കത്തില്ല. കേരള സഭയിൽ തന്നെ നമുക്ക് വേറെ വരങ്ങളുള്ളവരുണ്ടായിരുന്നു. കാലക്രമത്തിൽ ആ വരങ്ങൾ മുഴുവൻ ഫെയ്ഡായി പോകുന്നു കാണാൻ പറ്റും. പക്ഷെ കൃപ ഒരിക്കലും ചോരില്ല. അതുകൊണ്ട് പൗലോസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കൃപ കിട്ടുമ്പം എന്ത് കിട്ടി? വചനം ആത്മാവിൽ നിറയുക. 2 ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കത്താൻ നന്ദി പറഞ്ഞ ഉച്ചത്തില്. എനിക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷം, ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയുന്നൊരു സഹോദരനാണ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ആ വ്യക്തി ഒരു ധ്യാനം, കേരളത്തിലെ വലിയൊരു കരിസ്മാറ്റിക് ധ്യാനം കൊടുക്കും. ഭയങ്കര അനോയിന്റഡ്, ഭയങ്കര രോഗശാന്തി വരും, അതുപോലെ നല്ല കൗൺസിലിങ്ങിന്റെ വരും, ഭയങ്കര അനോയിന്റഡ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അധ്യാപകനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ദിവസവും ആളുകൾ രാവിലെ ഒരു 10 മണിയൊക്കെ മുമ്പ് തന്നെ 100-150-200 പേര് പോലും വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വരങ്ങൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം ആ വ്യക്തി തിന്മ കയറി, വലിയ തിന്മ കയറി പിടിച്ചു. വലിയ തിന്മ വെച്ച് പറയാൻ പോലും. അങ്ങനെ അതിൽ അടച്ചു പൂട്ടി, വീടും തീർന്നു, കുടുംബം ഭാര്യ ഇട്ടിച്ചും പോയി. അങ്ങനെ പ്രശ്നം തീരുകയും ചെയ്തു. കൈയെടുത്ത് കത്താൻ ഹല്ലേലൂയ. അപ്പോൾ ധ്യാനം കൂടിയപ്പോൾ വരമുള്ള ആരോ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കാണുക. അപ്പോൾ വരം കിട്ടി, പക്ഷേ അത് ലാസ്റ്റിംഗ് ഇല്ല. അത് കുറച്ച് നേരത്തേക്കേ നിൽക്കുകയുള്ളൂ. നിലനിൽക്കുന്നത് എപ്പോഴും കൃപയാ, ദൈവവചനമാണ് നിലനിൽക്കുന്നത്. വീണ്ടും 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്, കാരണം ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തുകൊണ്ടോ. ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14:15 എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വചനം പാലിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുക, എന്നേക്ക് നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ അയച്ചു. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ സ്നേഹിക്കുക, എൻ്റെ വചനം പാലിക്കുന്നുണ്ടോ. ദൈവം വചനം കേൾക്കണം, ആ വചനമാണ് കിട്ടേണ്ടത്. ഈശോ വചനം തന്നെയാണ്. യോഹന്നാൻ 1:8 വചനം 1:8 അതിൽ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത്. നമുക്ക് വചനമുണ്ടെങ്കിലേ തിന്മയുടെ സത്യം ബഹിഷ്കരിക്കാൻ പറ്റും. വേറൊന്നുകൊണ്ടും. അതാണ് ഈ Efesos 6:17 പഠിക്കുന്നത്. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും. ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷം 8:14-15 പറഞ്ഞപ്പോൾ, സയനമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവൻ വചനം കൊണ്ട് അവയെ പുറത്താക്കുകയും കൊണ്ടുപോയി. അവരെല്ലാവരും സുഖപ്പെടുത്തി. വചനം വേണം ഹൃദയത്തിൽ. അത് ആധാരത്തിരുന്നാൽ പറയും, ഹൃദയത്തിൽ വചനം വേണം. വചനം അപ്പം നാവിലൂടെ ഈ വചനം വരുമ്പോൾ അത് അഭിഷേകമാകണമെങ്കിൽ ജെറമ്യ 15:19 വിലകെട്ടോ പറയാതെ ആ വചനം മാത്രം പറയും. നമ്മുടെ വാവുകൊണ്ട് വചനമേ പറയുള്ളൂ. അങ്ങനെ ആ കൃപ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കാം. 2 ഹല്ലേലൂയ.
പക്ഷെ ഒരു കാര്യം ഓർത്തണം, പിശാച് വചനം പറയുന്നു. ഈ നാളുകൾ പിശാച് വചനം പറയുന്നുണ്ട്. ഒരുപാട് പിശാചുകൾ വചനം, കാരണം നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി നമ്മളോട് നിങ്ങൾ അത് ചെയ്യും, കല്ലുകൾ അപ്പാക്കുക, അത് പിശാച് നമുക്ക് വചനത്തിലൂടെ തന്നെ നമുക്ക് ഉപദേശം തരും. അപ്പോൾ അത് നമ്മൾ അറിയില്ല. നമ്മളൊക്കും അങ്ങനെ പിശാച് നമ്മൾ വഴിതെറ്റിച്ചുകൊണ്ടു നമുക്ക് ദർശനങ്ങൾ നമ്മൾ കൊടുക്കണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇവിടേക്ക് നിങ്ങൾ ഓർത്ത് എന്നെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു, സ്വർഗത്തിന് വലിയൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയിൽ നിന്ന് നമ്മളെ മാറ്റി അവൻ്റെ പദ്ധതികൾ, അവളുടെ പദ്ധതി, ഇവൻ്റെ പദ്ധതി, അവൻ്റെ പദ്ധതി നമ്മളെ മാറ്റാൻ വേണ്ടി വചനത്തിലൂടെ വരും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറയേണ്ട വചനമുണ്ട്, ജെറമ്യാ 29, എനിക്ക് നിന്നെക്കുറിച്ചൊരു, അത് നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിലുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളെ ഉണ്ട്. ഈശോയുടെ അടുത്തേക്ക് പിശാച് വരുന്നത് എന്തുണ്ട്? പ്രലോഭകൻ വന്ന് അവന് പിതാവായ ദൈവത്തിന് പൂർണ്ണമായും വഴങ്ങിയവനാണ് പുത്രൻ തമ്പുരാനെ. അപ്പോൾ പിതാവായ ദൈവത്തിന് ഈശോയെക്കുറിച്ചൊരു വലിയൊരു പ്ലാനും പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിന്ന് ഈശോയെ മാറ്റാം. അപ്പോൾ ഈശോ ഇങ്ങനെ ദൈവത്തിനാണോ, ഈശോയെ കൃപകളൊക്കെ ഉണ്ടെന്ന് എല്ലാം പിശാചിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവന് ഈ പിതാവുമായിട്ടുള്ള ബന്ധം മുറിച്ച് ഇവനുമായിട്ടുള്ള ബന്ധത്തിലാക്കാൻ വേണ്ടിയാണ് അവനോട് ഭയങ്കര പരിപാടികളായിട്ട് അവൻ ഇറങ്ങി വരുന്നത്. എന്നെ വെള്ളം കൊടുക്കും, അവന് ഈശോയും കൊണ്ട് പോവുകയാണ്, അവന് ഈശോൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈശോ യോഹന്നാൻ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-തൊട്ട് സാത്താനെ ദൂരെ ഗോയവേ സൈറ്റൻ, ആ സൽക്ഷണം അവന് വിട്ടുപോയി, മാലാഖമാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് വചനം എഴുതി. ഹല്ലേലൂയ.